സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ച് വലിയ നേട്ടമുണ്ടാക്കിയതിന്റെ ഓർമ്മകൾ അയവിറക്കുകയാണ് സിനിമാ അഭിനേതാക്കളും സഹസംവിധായകരുമായ ദീപ്തി കരാട്ടും ഗോകുൽനാഥും. കൂടിയാട്ടം, മൈം എന്നീ ഇനങ്ങളിലാണ് സംവിധായകനും നടനുമായ രാജേഷ് മാധവന്റെ ജീവിത പങ്കാളിയും പാലക്കാട്ടുകാരിയുമായ ദീപ്തി കലോത്സവ കാലത്ത് മത്സരിച്ചത്. നാടകത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ചരിത്രം കാഞ്ഞങ്ങാടുകാരനായ ഗോകുലിനുമുണ്ട്. കലോത്സവ ഓർമ്മകൾ പങ്കുവച്ച് റിയാസ് KM തയ്യാറാക്കിയ വാർത്തകളാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഒരു കാലഘട്ടത്തിൽ മത്സരാർത്ഥികളായിരുന്ന വ്യക്തികൾ ഇന്ന് അവർ ഒരുപക്ഷെ സിനിമാ രംഗത്താണ് സജീവമായിരിക്കുന്നത്. നാടക മത്സരം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. രണ്ട് സിനിമാ സഹസംവിധായകരാണ് എനിക്കൊപ്പം ഉള്ളത്. അതിലൊരാൾ സ്കൂൾ കലോത്സവത്തിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു, മറ്റ് ഒരാൾ സംസ്ഥാന തലത്തിൽ മറ്റ് ഇനങ്ങളിലൊക്കെ മത്സരിച്ച ആളാണ്. മറ്റാരുമല്ല, സഹസംവിധായകരെ ഗോകുലും ദീപ്തിയുമാണ്. ആദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ് ഏറ്റവും ഫസ്റ്റ് കലോത്സവത്തിൽ മത്സരിച്ചത്? ഞാനായിരിക്കും. പ്രായം മനസ്സിലായി. ദീപ്തിയാണല്ലേ? യെസ്, ഞാനാണ്. 2011-12 വർഷത്തിൽ +1 +2 10th വരെ വീട്ടിലങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല കലോത്സവം ഒന്നും പോകാൻ വേണ്ടി, പഠിക്കാനെന്ന് പറഞ്ഞിട്ട്. 11th 12th ഒക്കെയാണ് പോകാൻ പറ്റിയിട്ടുള്ളത്, ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച സമയം. പ്രമീള ചേച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, 10 വരെ എവിടെയും വിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഞാൻ അയച്ചു കൊടുക്കും കേട്ടോ. ചതിക്കല്ലേ. പിന്നെ ഇപ്പം ഇത് ദീപ്തി എന്ന് പറയുമ്പം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം, നമ്മുടെ രാജേഷ് മാധവൻ്റെ സഹധർമ്മിണി അല്ലെങ്കിൽ ജീവിത പങ്കാളിയാണ് ദീപ്തി എന്ന് പറയാം. അത് കറക്റ്റാണല്ലേ? പുതിയ സിനിമ പെണ്ണും പൊറോട്ടവും അത് ഫെബ്രുവരിയിൽ റിലീസാകുമ്പോൾ, ഫെബ്രുവരി 6-ാം തീയതി റിലീസാണ്. യെസ്, അതിന്റെ ടെൻഷനാണ് ഇങ്ങനെ പുകയായിട്ട് പോകുന്നത് ആയിരിക്കാം. ഗൂഗിൾ അതിൽ അസോസിയേറ്റ് ആയിരുന്നു. കാസ്റ്റിംഗിന്റെ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗിന്റെ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടും നമ്മളിതൊന്നും കണ്ടില്ല. അത് പാലക്കാടൻ ആൾക്കാരുടെ പടം ആയതുകൊണ്ട്. അല്ല, പിന്നെ നിങ്ങളോട് ഇത് തന്നെയാ പറയുന്നത്. അതായത് ഓരോ തവണയും ഇവൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അത് പാലക്കാടാണ്, അത് ഒരിക്കലും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോടൊന്നും വരില്ല. അപ്പോൾ കോഴിക്കോട് എന്നാ പറയാം, അത് കണ്ണൂരല്ല. 2 സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മള്. തേഞ്ഞു. അപ്പോൾ പ്രേക്ഷകർക്കും ജോലി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ടറായിട്ട് തന്നെയാണ് നമ്മൾ 2 പടത്തിലും കാസ്റ്റ്. ഇത് മാറ്റിപ്പിടിക്കുമോ എന്നുള്ളതാണ് ആളവർ ചോദിക്കുന്നത്. മാറ്റിപ്പിടിക്കാം, ഒരവസരം വരട്ടെ. എന്തായാലും കലോത്സവത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗോകുല് ബെസ്റ്റ് ആക്ടറായിരുന്നു. ആ ബെസ്റ്റ് ആക്ടറായിരുന്ന നാടകം, ഒപ്പം തന്നെ ഈ അന്ന് അവതരിപ്പിച്ച കഥാപാത്രം ഓർമ്മയുണ്ട്? ഞാൻ ബെസ്റ്റ് ആക്ടറായ നാടകത്തിന് ഞാൻ അരവിന്ദ് എന്നായിരുന്നു എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. രാജേഷ് ഏട്ടനാണ് ആ നാടകം എഴുതിയത്. രാജേഷ് മാധവനാണ് ആ നാടകം എഴുതിയിട്ടുണ്ട്. ഹരിത ജന്മങ്ങൾ എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. മണിപ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ ഓഫ് ഡ്രാമയിൽ PhD ഒക്കെ കഴിഞ്ഞ മണിയേട്ടനാണ് പിന്നെ അത് ഡയറക്റ്റ് ചെയ്ത് കുണ്ടംകുഴി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അങ്ങനെ പിന്നെ നാടകം മാത്രമല്ല, ഞാൻ മിമിക്രിയിലും പോയിട്ടുണ്ടായിരുന്നു. 3 വർഷം 10ാം ക്ലാസ്സിലും +1 +2 ഞാൻ മിമിക്രിയിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഏത് ഐറ്റം? മിമിക്രിയിൽ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന കേരളത്തിൽ ആ സമയത്ത് പ്രളയം, പിന്നെ ചെന്നൈ പ്രളയം, അങ്ങനെയുള്ള കുറച്ച് മിമിക്രിയോ ഈ സമയത്താ. അല്ല, ആരെങ്കിലും ഏതെങ്കിലും താരങ്ങളായിരുന്നില്ല. ഞാൻ അധികം മറ്റേ കുഞ്ഞു കരയുന്നത്, വിമാനം, ആംബുലൻസ്, അങ്ങനെ എന്തെങ്കിലും ആ സമയത്ത് നടന്ന എന്തെങ്കിലും സമകാലികമായിട്ടുള്ള വിഷയം എടുത്തിട്ട് ഇതിന്ന് എന്തെങ്കിലും പരിപാടി ചെയ്യാന്നുള്ള സിനിമ നടന്മാരെ ഞാൻ പണ്ടേ പിടിക്കുക. സേഫ് സോൺ ചെറുതായിട്ട്. ദീപ്തി മത്സരിച്ച ഇനങ്ങൾ ഏതാ? ഞാൻ കൂടിയാട്ടും പിന്നെ മൈമും ആയിരുന്നു. മൈമാമ്പോ ഒന്നും ഉണ്ടല്ലോ, സേഫാണ്. കൂടിയാട്ടം ആണെങ്കിൽ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റൂല. ഇല്ല. പാട്ട് പാടില്ലേ? ഇല്ല, പാട്ട് പാടില്ല. ഗോകുല് പാടുമല്ലോ അല്ലേ? പാട്ട് പാടണോ? നാടകവേദിയുടെ മുൻവശത്ത് നിന്നിട്ട് അത് ചിരിതായിട്ട് പാടിയാൽ മതി. എന്താ പറയുക, നാടക സമയത്ത് നമ്മൾ നാടകം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാടുന്ന കുറച്ച് പാട്ടുകളുണ്ട്. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. അങ്ങനെ അടിപൊളിയായിട്ട് ഇവന്റെ ശബ്ദം കൊള്ളാല്ലേ? വല്ലഭനാണ്. അതെ. ഞാൻ രണ്ടുപേരോട് ഒരു ചോദ്യം, സ്വതന്ത്രമായി എപ്പോഴാണ് സിനിമ സംവിധാനം? അതിപ്പോൾ അങ്ങനെ ഒരു ഡേറ്റും സമയമൊന്നും പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഘട്ടത്തിലല്ല. പക്ഷെ എന്നാലും ആയി വരുമ്പോൾ നമ്മൾ തോന്നുമ്പോൾ ഒരു സമയത്ത് ചെയ്യാമെന്ന് വിചാരിക്കും. എന്നാലും നമ്മളൊരു ഡെഡ് ലൈൻ കൊടുക്കില്ല, ഇത്ര വർഷം അങ്ങനെ കൊടുത്തിട്ടുണ്ട്? ഇല്ല, ഞാനങ്ങനെ കൊടുത്തിട്ടില്ല. ഡെഡ് ലൈനൊക്കെ വെച്ച് വർക്ക് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പാടാണ്.
ആ പ്രതീക്ഷയും പോയി. ഉള്ളിൽ നിന്ന് വരുന്നൊരു കോളിംഗ് ആണല്ലോ അത്. അപ്പോൾ ബേസിക്കലി കുറച്ച് കാലമായിട്ട് വിളിക്കുന്നുണ്ട് ഉള്ളിൽ നിന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ കമ്മിങ് സൂൺ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കാം, സിനിമ എന്തായാലും ഉണ്ടാവും, സംഭവിക്കും തീർച്ചയായിട്ടും. എന്തായാലും ഈ ഫ്രെയിം, നമ്മൾ കാണുന്ന ഈ ഫ്രെയിം ഭാവിയിൽ അതൊരു എന്താ പറയുക, ചരിത്രം, ഒരു ആർക്കൈവ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു ചരിത്രമായിട്ട് പ്രേക്ഷകരോടുകൂടി പറയാണ്. സിനിമാ രംഗത്ത് അതെ അതായത് സ്കൂൾ കലോത്സവ വേദികളിൽ നിന്ന് വന്ന മനുഷ്യരാണിത്. അവർ സ്വാഭാവികമായിട്ട് ഇനി സിനിമാ രംഗത്ത് ആക്ഷൻ പറയുന്ന, അല്ലേ, കട്ട് പറയാത്ത നല്ലൊരു കലാജീവിതത്തിൻ്റെ ഉടമകളാവാൻ പോവുകയാണ്. എന്തായാലും രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓക്കെ. അതെ, അവസാനമായിട്ട് നാടകം എങ്ങനെയുണ്ടായിരുന്നു? നാടകം ഗംഭീരമായിരുന്നു. കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. അതായത് ഒന്നിനൊന്ന് മെച്ചമാണ്. ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കൊരുത്തരിച്ചു പോവാണ്. ലൈക്ക് കുട്ടികളുടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ എല്ലാവരും ഭയങ്കര ഹൈ ആണ്, ഹൈ എനർജി. നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നും. കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയും പാലക്കാടും തൃശ്ശൂരും എന്നൊക്കെ പറയേണ്ടി വരും. നല്ല കഴിവുള്ള കുട്ടികൾ വേറെ വരുന്നുണ്ട്. നല്ല പെർഫോമൻസാണ് കുട്ടികളുടെ, ഒരു നല്ല രീതിയിലുള്ള എനർജിയുള്ള കുട്ടികളാണ്, വെല്ലുവിളി ഉയർത്തുന്ന കുട്ടികളാണ് ഉള്ളത്. അതെ, അവർ വരട്ടെ. അതെ, പ്രായമുള്ളവർ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയാണ്, നല്ല സുഹൃത്തുക്കളാണ്. സ്വാഭാവികമായിട്ട് ഇവരെ ഇനി നമുക്ക് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സംവിധായികയും സംവിധായകനുമായി ഇവരെ നമുക്ക് കാണാൻ കഴിയട്ടെ. ക്യാമറ പേഴ്സൺ അരുൺ മുടക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.